ഒരുപാട് പേര് ചോദിച്ച പെഡിക്യൂറിന് ശേഷമുള്ള എൻ്റെ കാലുകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഒരുപാട് കാലമായി ഞാൻ സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ കുറേ പേര് എന്നോട് ചോദിക്കുന്നതാണ് ഒരു പെഡിക്യൂർ വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പെഡിക്യൂർ എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുളിക്കണ സമയത്ത് അത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാർട്ടായിട്ട്, ഒരു കുളിയുടെ ഒരു ഭാഗമായിട്ട് ഞാനതങ്ങ് ചെയ്ത് വരാറാണ് പതിവ്. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു എടുക്കാനായിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ താഴെ എനിക്ക് കമൻറ്റ് വന്നു, പെഡിക്യൂർ ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാർലറിൽ ചെയ്യണത് പോലെ പെഡിക്യൂർ എങ്ങനെയാണ് വീട്ടിൽ ചെയ്യണതെന്ന് നോക്കാം, വീഡിയോ കാണാം. അപ്പോൾ ഇതേ പെഡിക്യൂർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ എൻ്റെ കാലിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എല്ലാ ആഴ്ചയിലും എൻ്റെ കാല് ക്ലീൻ ചെയ്യാറുള്ളതാണ്. പക്ഷേ എന്നോട് കുറേ നാളായിട്ട് ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കാല് നല്ല ക്ലീൻ ആയിരിക്കും എപ്പോഴും തന്നെ. ഞാനൊരു പ്രാവശ്യം ഇവിടെ പാർലറിൽ പെഡിക്യൂർ ചെയ്യാനായിട്ട്, നാട്ടിൽ പോകുന്നതിന് മുന്നേ പെഡിക്യൂർ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, കാലയിലൊന്നുമില്ല, പിന്നെ എന്തിനാണ് പെഡിക്യൂർ ചെയ്യുന്നതെന്ന്, ക്ലീൻ ആണല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ ആഴ്ചയിലും നമ്മൾ കുളിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാനൊരു 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ പെഡിക്യൂർ ഒന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ എൻ്റെ കാലിലുള്ള ഡേർട്ടുകളും അതൊക്കെ എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണണമല്ലോ. അപ്പോൾ എന്തോരം ക്ലീൻ ആയി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു നാണം പോലെയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ കാലിലോട്ട് ആരും നോക്കലേ എന്നുള്ളത്. പിന്നെ ഈ നെയിൽ പോളിഷ് ഞാൻ ഇട്ടിട്ട് ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ, റിമൂവ് ചെയ്തിട്ടേ ഇല്ല. അതിൻ്റേത് കാണാനുണ്ട്. പിന്നെ 3 ആഴ്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ നോക്കി എൻ്റെ കാലിലെ ക്യൂട്ടിക്കളും സാധനങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ഇനി നമുക്ക് പെഡിക്യൂർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ പെഡിക്യൂർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക എന്നുള്ളതാട്ടോ. ഇത് കണ്ടോ, ഇതൊരു നെയിൽ പോളിഷ് റിമൂവറാണ്. ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ തലാലിയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇതിൻ്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ പൊട്ടറ്റോടെയാണ്. ഇതുപോലെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരുപാട് പാടുകളുണ്ട് ഇതിനകത്ത്. വളരെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നമുക്കിത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 പാടെടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം എല്ലാത്തിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ആ അസിറ്റോൺ അങ്ങ് പരട്ടി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു 3-4 കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കട്ടിയായിട്ടിട്ടിരുന്ന നെയിൽ പോളിഷ് ഇത്ര നേരം കൊണ്ട് വളരെ പെട്ടെന്ന് പോയി. ഭയങ്കര നല്ല പാടാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നെയിൽ പോളിഷ് റിമൂവറാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇനി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം നമ്മുടെ നെയിലൊക്കെ ഇങ്ങനെ നല്ല കളറായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മാസത്തിൽ ഒരാഴ്ചയെങ്കിലും നമ്മൾ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ നെയിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടണം. കാരണം അവർക്ക് എയറും ലൈറ്റും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാനും നെയിലിന് ബ്രീത്ത് ചെയ്യാനായിട്ട് നമ്മളൊരു സമയം കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫുഡ് പാസ് ചെയ്യണ ഈ പാത്രമൊക്കെ ഞാൻ നേരത്തെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. നിങ്ങളൊരു ബേസൺ എടുത്ത് വെച്ചാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഞാനിവിടെ കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളം കേട്ടോ. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം, അതായത് നമ്മുടെ കാല് മുക്കിയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റണ ഒരു ചൂടുവെള്ളം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് കുറച്ച് ഡിസിൻഫെക്റ്റൻറ്റ് ലിക്വിഡും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ കാലിൻ്റെ ഏതെങ്കിലും സൈഡിൽ കൂടെയൊക്കെ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഹീലാവാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ഇത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കണ്ടോ, ഇത് റോസ് പെറ്റൽസ് ആട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ റോസിൻ്റെ പെറ്റൽസ് ഞാൻ ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകട്ടെ. ഇതിന് നല്ല മണം ആട്ടോ ഇതിന്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണേ. ഇത് ശരിക്കും ഈ പാത്രം കരണ്ടേ കുത്തിയിട്ട് നന്നായിട്ട് ആ ഷാമ്പൂ ഒക്കെ പതപ്പിക്കണതും ചൂടാക്കണതും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇത് ചൂടുവെള്ളമാണ്. പിന്നെ ഷാമ്പൂ ഇതിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇനിയിപ്പം ഒരു 10 to 15 മിനിറ്റ് കാലം ഇങ്ങനെ മുക്കി വെക്കുവാണേ. നന്നായിട്ട് പാദം മുങ്ങത്തക്ക രീതിയിൽ വേണം നമ്മൾ മുക്കി വെക്കാനായിട്ട്. കാരണം നമ്മുടെ കാലയിലെ സ്കിന്നൊക്കെ ഒന്ന് സോക്കായിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഷാമ്പു ഇട്ടത് കാരണം കൊണ്ട് ആ ഷാമ്പു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിക്കുക കേട്ടോ. പിന്നെ ഈ ഫുഡ് സ്പാ ഇതിൻ്റെ അകത്ത് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഉരയ്ക്കാനായിട്ട് ചെറിയ ഒരു ബമ്പ് പോലത്തെ സാധനങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഭയങ്കര നല്ലതാണ്. ഇതിന് ഒരുപാട് പൈസയൊന്നുമില്ല. ഞാൻ വാങ്ങിച്ചത് ഒരുപാട് വർഷം മുന്നേ വാങ്ങിച്ച സാധനമായിരുന്നു. ഞാൻ മുന്നേ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് കൊറോണ വന്ന സമയത്താണ് ഞാൻ നിർത്തിയത്.
അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് ചെയ്യാണ്ട് പിന്നെ യൂട്യൂബ് ചാനലിലോട്ട് വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കാല് മുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ദേ ഞാനൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കാലിതിൽ നന്നായിട്ട് മുക്കി വെച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനി എൻ്റെ കാലയിലെ ഇതൊക്കെ കേട്ടോ, ഡേർട്ടൊക്കെ സോക്കായിട്ടിരിക്കുന്നത്. ഇതേ കണ്ടാന്ന് നോക്കിയേ, എന്തോരാന്ന് നോക്കിയാൽ ഡെഡ് സ്കിൻ സെൽസൊക്കെ. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലാത്തവരുണ്ടെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലായെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ട് നമ്മൾ നമ്മുടെ ഫുഡ് കെയർ ചെയ്യണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫുഡ് കെയർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഇത് കണ്ടോ എന്തോരം ഡെഡ് സ്കിൻ സെൽസ് ആണെന്ന് നോക്കിയേ, എല്ലാം സോക്കായിരിക്കുന്നത് കണ്ടോ. അതെ അപ്പം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം നോക്കിയേ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അതുപോലെ ഡെഡ് സ്കിൻ സെൽസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്തത് നമ്മുടെ നെയിൽ കട്ട് ചെയ്ത് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് കട്ട് ചെയ്യാനില്ല, പിന്നെ എനിക്ക് ഷേപ്പ് ചെയ്യാനും ഒരുപാട് അങ്ങില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നെയിൽ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ നെയിൽ കട്ട് ചെയ്യാനായിട്ടില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ ഭാഗം, ഈ നെയിലിൻ്റെ ഈ ഭാഗവും നമ്മൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രണ്ട് വശവും വളർന്ന് നമ്മുടെ ഈ ദശയ്ക്ക് അകത്തേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇതുപോലെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നെയിൽ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇൻഫെക്ഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈഡുകൾ, നെയിലിൻ്റെ സൈഡുകൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മളുടെ ക്യൂട്ടിക്കിൾ കെയർ ആണ്. അതായത് നമ്മുടെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ നെയിലിലേക്ക് ചേർന്നിരിക്കുന്ന മാംസവും കൂടെ ആയിട്ട് നമ്മുടെ നെയിലിനെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇത് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കത് ചെയ്യാം. ഇതാണ് കേട്ടോ ക്യൂട്ടിക്കിൾ പുഷർ എന്ന് പറയുന്ന സാധനം. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇത് 2 ഉള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇത് കണ്ടോ ഇതുപോലത്തെ ക്യൂട്ടിക്കിൾ കട്ടറും ക്യൂട്ടിക്കിൾ പുഷറും കൂടെ ഉള്ള ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ കണ്ടോ, ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. അതിന് ശേഷം നമ്മൾ നെയിലേൽ ഇങ്ങനെ കുറച്ച് ഒന്നെങ്കിൽ ക്രീമോ അല്ലെങ്കിൽ വാസ്ലീൻ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇങ്ങനെ നെയിലിന് ചുറ്റും ആ ക്യൂട്ടിക്കിളൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ക്രീം തേച്ച് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ക്യൂട്ടിക്കിൾ നമ്മൾ പുഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ബാക്കിലേക്ക്. ഒരുപാട് പ്രസ് ചെയ്ത് പുഷ് ചെയ്യരുത്, പതുക്കെ വേണം നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ നമ്മുടെ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്തുള്ള ആ ഡെഡ് സ്കിൻ സെൽസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. പതുക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ക്യൂട്ടിക്കിളൊന്ന് ബാക്കിലേക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ ചെയ്യുമ്പോൾ തന്നെ നോക്കിക്കുക നമ്മുടെ ഇതിൽ എന്തോരാണ് ഡേർട്ടുള്ളതെന്ന് ഉണ്ടോ. അതുപോലെ തന്നെ സെയിം നമ്മൾ 2 കാലിൻ്റെയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ക്യൂട്ടിക്കിളൊക്കെ പുഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ക്യൂട്ടിക്കിൾ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ ക്യൂട്ടിക്കിൾ കട്ട് ചെയ്യാനായിട്ട് ഇതുണ്ട്, എക്സ്ട്രാ ക്യൂട്ടിക്കിൾ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായതുണ്ട്. ഈ സാധനം കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഡെഡ് സ്കിൻസ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടതാ ഉണ്ടായതെല്ലാം എന്തോരം ഉണ്ടെന്ന് നോക്കി. ഇതേ കണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്യൂട്ടിക്കിൾ കട്ടർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നമുക്ക് നെയിലും കട്ട് ചെയ്യാം, ക്യൂട്ടിക്കിളും ഒക്കെ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. ഇതുപോലത്തെ ഒരു ക്യൂട്ടിക്കിൾ കട്ടറും ഇതുപോലത്തെ ഒരു നെയിൽ ഫയൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടോ, നമ്മുടെ നെയിലിൻ്റെ ഇതിലേക്കൂടെയുള്ള ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ കാല് വേദന എടുക്കാത്ത രീതിക്ക് ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഈ ഡെഡ് സ്കിൻ സെൽസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങളാരും ഇതൊന്നും ഇല്ലെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദന എടുക്കാത്ത രീതിയിൽ ഒരു ഈർക്കിലോ എന്തെങ്കിലും എടുത്താലും മതി. നമുക്ക് ശരിക്കും ഓറഞ്ച് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും ഈ നെയിൽ കെയർ ചെയ്യാൻ വേണ്ടിയുള്ള കിറ്റിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കേണ്ടവർക്ക് അത് വാങ്ങിച്ചാലും മതി. ഇതുണ്ടോ, ഇല്ലെങ്കിൽ ഇതേ ഉണ്ടോ നല്ല സൂപ്പറായിട്ട് നമ്മുടെ നഖം നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പം ഞാനിനി ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും
ക്യൂട്ടിക്കൽ പുഷറും ക്യൂട്ടിക്കൽ കട്ടറും കൂടി ഉള്ള ഈ ഒരു ഇത് മേടിക്കണേ ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഞാനിത് കാണിച്ചു തരാം നിങ്ങളെ. ഞാനിത് എങ്ങനെയാണ് ക്യൂട്ടിക്കൽ ഇതും കൊണ്ട് ഞാൻ കട്ട് ചെയ്യണേ. ഇത് കണ്ടോ, ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കാലിങ്ങനെ ഇതുപോലെ എവിടെയെങ്കിലും പൊക്കത്തിലേക്ക് നമ്മൾ ടോയ്ലറ്റിൽ കുളിക്കണയൊക്കെ സമയത്തെ ഇങ്ങനെ നിന്നിട്ട് ഉണ്ടോ, ഭയങ്കര എളുപ്പമാണ് നമുക്കിത് കട്ട് ചെയ്ത് കളയാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇതേ നോക്കി, എന്തോരാന്ന് നോക്കിയതിൽ നല്ല ഭംഗിയായിട്ട് ഈ സൈഡ് വഴിയും ഒക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫുള്ള് ഡെഡ് സ്കിൻ കട്ട് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നോക്കിയാൽ എന്തോരാന്ന് നോക്കിയണ്ടോ, എന്തോരാന്ന് നോക്കിയേ. ദേ എന്ത് ഭംഗിയായി നോക്കിയാൽ എൻ്റെ ഈ നെയിലിപ്പോൾ ഉണ്ടോ. ഇനി എൻ്റെ ഈ നെയിലിന് ഇച്ചിരി കളറ് കുറവുള്ളത് ഇത് ഞാൻ ഷൂ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്യൂട്ടിക്കൽ കെയറും കഴിഞ്ഞു, അതുപോലെ തന്നെ നെയിലെല്ലാം കട്ട് ചെയ്തിട്ട് ഫയലൊക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ഫുഡൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം ഞാനിതേ കോഫി സ്ക്രബ്, ഞാനിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കോഫി സ്ക്രബാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണത് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കോഫി പൗഡറും ഇച്ചിരി പഞ്ചസാരയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇച്ചിരി തൈരും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ട, ഇത് ഇച്ചിരി വലിയ തരിയുള്ള സ്ക്രബാണേ. അപ്പോൾ നമുക്ക് നമ്മുടെ കാല് സ്ക്രബ് ചെയ്യാനല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി നല്ലോണം തരിയുള്ള ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് ഫുള്ളൊന്ന് എൻ്റെ കാലിലേക്ക് ഒന്ന് പരട്ടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാലൊക്കെ ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി നന്നായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ നെയിലിന് ചുറ്റും ഈ വിരലുകളുടെ ഇടവഴിയൊക്കെ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ കാല് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങ് മുട്ടിൻ്റെ ഇവിടം വരെ കയറ്റിയൊക്കെ സ്ക്രബ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും കുളിക്കുന്ന സമയത്താണ് ഞാനിത് ചെയ്യണത്. അപ്പം ഞാൻ ഫുള്ള് എൻ്റെ ബോഡി സ്ക്രബ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കാല് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ എന്ത് ഭംഗിയായി നോക്കിയാൽ എനിക്ക് ഉണ്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈ ചെറിയ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നെയിൽ ഇവിടെ ഈ ഇതിൻ്റെ ചുറ്റുമൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഇത് നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ ആ സ്ക്രബ് ചെയ്ത സമയത്ത് ഒരുമാതിരി ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നമ്മുടെ പോയിട്ടുണ്ടാകും. ഇനി എന്നതെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് പൊക്കോളും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യം ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം നമുക്കിനി ക്യൂമിക് സ്റ്റോണോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫുഡ് സ്ക്രബറോ ഒക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ ഈ ബാക്കിലെ ഉപ്പൂറ്റിയൊക്കെ ഇല്ലേ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളയാം കേട്ടോ. കാരണം നമ്മൾ ഇവിടെ നല്ലോണം ചിലരുടെയൊക്കെ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു 10 വർഷത്തിന് മേളിലായിട്ടുണ്ട് കേട്ടോ ഉപയോഗിക്കുന്നു. ഇത് ഞാൻ മൊറോക്കൻ പവലിനിയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ, അവരുടെ അടുത്തുനിന്ന്. ഇതെനിക്ക് ഭയങ്കര നല്ല ഇഷ്ടമുള്ള ഒരു സ്റ്റോണാണിത്. ഉണ്ടോ, ഭയങ്കര നല്ല സ്മൂത്താണ് താനും, എല്ലാം നന്നായിട്ട് നമ്മുടെ കാലയിൽ നിന്നൊക്കെ പോകാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഒരുപാട് എന്നാൽ നമുക്കൊരു കാലേ വേദന എടുക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുകയോ ഇല്ല. നല്ലൊരു സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു കല്ലാണ്. എന്നാൽ ഒരു പരിപരിപ്പ് ഉണ്ട് താനും, എന്നാൽ നമുക്ക് ഹർട്ടാകുന്ന രീതിക്ക് നമ്മുടെ കാലയിൽ ഉരയൂല നമുക്ക്. അതുകൊണ്ട് ഇതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇത് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളൊന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് കളയുക. ഇതില്ലാത്തവരും മറ്റേ ഫുഡ് സ്ക്രബറോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ക്യൂമിക് സ്റ്റോണോ ഒക്കെ ഒന്ന് വാങ്ങിച്ച് ചെയ്താലും മതി കേട്ടോ. കാലിൻ്റെ ഫുൾ അടിഭാഗത്തും ഒക്കെ നന്നായിട്ടൊന്ന് അങ്ങ് കളയണം. അപ്പം ഞാൻ എല്ലാ ആഴ്ചയും തന്നെ ചെയ്യണത് കൊണ്ട് എൻ്റെ ഒരുപാട് അങ്ങില്ല. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത് കാരണം കൊണ്ട് കുറച്ച് വന്നിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പം നമ്മളിതുപോലെ കാലിൻ്റെ അകവും എല്ലാം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കണേ.
അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേ നോക്കിയാൽ കാലൊക്കെ നല്ല വൃത്തിയായില്ലേ നോക്കിയേ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെയിലിൻ്റെ ഉൾവശം ഒന്നും കൂടി ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോട്ടണിലേക്ക് ഇങ്ങനെ നനച്ചതിന് ശേഷം അങ്ങനെ ഒരു കോട്ടണിലേക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതങ്ങ് സോക്ക് ചെയ്യാവേ. ഒരു കോട്ടൺ പാടായത് അത് നന്നായിട്ട് അങ്ങ് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ നെയിൽ ഫയലറില്ലേ, നെയിൽ ഫയലറിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടിവശത്ത് നിന്ന് നന്നായിട്ടൊന്നിങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്ത് കളയാം കേട്ടോ. ഇതിൻ്റെ സൈഡും ഒക്കെ അടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്ത്, കാരണം ആ നെയിലിൻ്റെ അകത്തിരിക്കുന്ന ഡേട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാനായിട്ട്. ഇതെന്നിട്ട് നമ്മൾ ഓരോ നെയിലും ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങ് അതിൻ്റെ ആ പൊസിഷൻ അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെ നല്ലതാട്ടോ നമ്മുടെ നെയിൽ അഴുക്കൊക്കെ പോകാനായിട്ട്. ഇത് നമ്മുടെ നെയിലിലേക്ക് ശകലാങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ശകലാങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിലിൽ ഡേട്ടൊക്കെ ഉണ്ടെങ്കിൽ പതഞ്ഞിങ്ങ് വരും. ഇത് നെയിലിനകത്ത് ഡേട്ടുണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ല വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണേ. ഇതിലേക്ക് നമ്മളൊന്ന് നന്നായിട്ട് നമ്മുടെ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ കാലിൻ്റെ പാദം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാട്ടോ. ഞാനതിന് ക്രീം എടുത്തിട്ടുണ്ടേ. ഫുഡ് ക്രീം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യണം എന്നാണ് പറയണത്. ഞാനിത് എൻ്റെ ഒരു ബോഡി ക്രീമാട്ടോ. ഇതും ഞാൻ ആഫ്രിക്കൻ പവലിയനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇതും ഉപയോഗിച്ചിട്ടാണ് ഞാൻ മസാജ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഫുള്ള് കയറ്റി മസാജ് ചെയ്യുക കേട്ടോ. നമ്മുടെ കാലിൻ്റെ ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് കയറ്റി രണ്ടത്തേലും ഞാൻ ഇച്ചിരി ക്രീം നന്നായിട്ട് പുരട്ടി വെക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ നെയിലിൻ്റെ ചുറ്റിനുമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ബോൺസ് ഇല്ലേ, ഇവിടുത്തെ ഈ ജോയിൻസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ അതുപോലെ കാലൊക്കെ ഫുള്ളൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ കാലിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പാർലറിലാകുമ്പോൾ മസാജ് ചെയ്യും. എനിക്കിങ്ങനെ ഇരുന്നിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഫിംഗറുകളൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്യണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എല്ലാ ഫിംഗറുകളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഫീറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ മടിയിലേക്ക് കാല് കയറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഫിംഗറില്ലേ, ഈ ഫിംഗർ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് നമ്മൾ മസാജ് ചെയ്യണം. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കുന്നത് കാരണം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഇട്ടിട്ടായാലും നമ്മുടെ ഫുട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കാലിൻ്റെ അകം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുക. താഴത്തുനിന്നും ഫുള്ള് ഇങ്ങനെ അടിവശം മുതൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുക. നെയിലിന് ചുറ്റും മസാജ് ചെയ്യുക. അതുപോലെ ഫിംഗർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്യുക. അപ്പോൾ ഞാൻ മാസത്തിൽ ഒരിക്കൽ ഓയിൽ ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുന്നേ, ഇതൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നന്നായിട്ട് എൻ്റെ കാലിൽ ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണത് കൊണ്ട് ഞാനിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്തും ഇപ്പോൾ എല്ലാവരും കുളിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യണത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രീം കഴുകി കളയേണ്ട കാര്യമില്ല കേട്ടോ. അത് നമ്മുടെ കാലയിലേക്ക് അങ്ങ് അബ്സോർബ് ആയിക്കോട്ടെ, നമ്മുടെ കാലൊക്കെ ഇച്ചിരി നല്ല മോയ്സ്ചറായിട്ടിരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിന് ശേഷം ചെയ്യേണ്ടത് നെയിൽ പോളിഷ് ഇടുവാണേ. അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൺ നനച്ചതിന് ശേഷം നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം നെയിൽ പോളിഷ് റിമൂവർ കൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് വാട്ടർ വല്ലതും ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്ത് കളയണം. കാരണം നെയിൽ പോളിഷ് റിമൂവർ നമ്മുടെ നെയിലിൽ ഇരുന്നാൽ അത് നമ്മുടെ നെയിലിൻ്റെ കട്ടി കുറയാനും നെയിൽ ഒടിഞ്ഞു പോകാനും ഒക്കെ കാരണമാകും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കാലിപ്പോൾ എന്തോ ഒരു ഭംഗിയായി നോക്കി കണ്ടോ. എല്ലാ ഡെഡ് സ്കിൻ സെൽസും എല്ലാം പോയി നല്ല അടിപൊളിയായില്ലേ നോക്കി ഉണ്ടോ. നല്ല അടിപൊളി ക്ലീൻ ആയില്ലേ നമ്മുടെ കാലൊക്കെ ഉണ്ടോ.
ഇതുപോലെ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യണം കേട്ടോ. ചെയ്യാൻ പറ്റാത്തവർ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പാർലറിലെങ്കിലും പോയിട്ട് നമ്മൾ ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ നെയിൽ പോളിഷാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന നെയിൽ പോളിഷ് ഇതാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു സിൽവർ കളറായിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റ് ഇടുവാണേ. ഇപ്പോൾ നിങ്ങൾ പിന്നെ ഡാർക്ക് കളറൊക്കെയാണ് നെയിലിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബേസ് കോട്ട് ഇട്ടതിന് ശേഷം വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നെയിൽസൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് ഇടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ഇത് മാത്രം അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ പെഡിക്യൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം കണ്ട കാല് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ അതുപോലെയാണ് ഇരിക്കണേന്ന് നോക്കി. എന്താ ഞാൻ കാല് ഇതൊക്കെ കാണിക്കാട്ടോ ഒന്നും കൂടെ നന്നായിട്ട്. കണ്ടോ, നിങ്ങൾക്ക് ആദ്യം ഞാൻ ഇങ്ങനെ വീഡിയോ കാണിച്ചത് ഓർമ്മയില്ലേ? ഇതുപോലെ കാല് നല്ല ഭംഗിയായിട്ടിരിക്കണം. ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇത്രയും ഒന്ന് നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ച പോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ അതിൽ നിന്ന് എടുത്താൽ മതി. ബാക്കി നിങ്ങൾ കുളിക്കണ സമയത്ത് ടോയ്ലറ്റിൽ പോയിട്ട് ചെയ്താൽ മതി. കണ്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.